ഹലോ, അസ്സലാമു അലൈക്കും. ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ഒരു മുഅ്മിനിൻ്റെ പെരുമാറ്റം എങ്ങനെയാവണം, സ്വഭാവം, സ്വഭാവം എന്നൊക്കെ പറയാം. അതൊക്കെ എങ്ങനെയാവണം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സ്വഭാവം എന്നാൽ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് ഖുർആനിലെ ഒരു വാക്യം ഓതിക്കൊടുത്തു. നീ മാപ്പ് നൽകൂ, നല്ല വിഷയങ്ങൾ ഉപദേശിക്കൂ, അറിവില്ലാത്തവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയൂ. ഇതാണ് സ്വഭാവം എന്നാൽ എന്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്. നന്മയുടെ തുലാസിൽ ഏറ്റവും ഭാരമുണ്ടാകുന്നത് സ്വഭാവമാണ്. അതൊരു മുഅ്മിനിൻ്റെ നല്ലൊരു പെരുമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വഭാവിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, ദുസ്വഭാവിയെ എല്ലാവരും വെറുക്കുകയും ചെയ്യുന്നു. സ്വന്തം ശരീരത്തെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യണം. തൻ്റെ വാക്കുകളും പ്രവൃത്തികളൊക്കെ ഗുണകരമാണോ എന്ന്. ചില രോഗങ്ങൾക്ക് മരുന്നിന് കയ്പുരസമായിരിക്കും അല്ലേ? ആ രോഗം മാറാൻ കയ്പ് അനുഭവിച്ചേ തീരൂ, എന്നാലേ ആ രോഗം മാറുകയുള്ളൂ. എങ്കിൽ നമ്മുടെ ചില ദുസ്വഭാവങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കയ്പ് അനുഭവിക്കണം. ശരീരം അല്പം പ്രയാസം നേരിടേണ്ടി വന്നാലും നമ്മൾ അത് സഹിച്ചേ തീരുകയുള്ളൂ. അതുപോലെ തന്നെ തൻ്റെ ന്യൂനതകൾ അഥവാ നമുക്ക് വന്നുള്ള കുറവുകൾ, ഒരാൾ നമ്മളോട് നമ്മുടെ ഒരു ന്യൂനത പറഞ്ഞാൽ, നമ്മുടെ ഒരു കുറവ് പറഞ്ഞാൽ നമുക്ക് അയാളോട് പൊതുവെ ഒരു ദേഷ്യമായിരിക്കും തോന്നുക. പക്ഷേ നമ്മൾ അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്നതിൽ എന്തെങ്കിലും ന്യൂനത, പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമ്മൾ പരിശോധന നടത്തണം. സ്വന്തം ന്യൂനതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ഒരു ശ്രമം നമ്മൾ ഉണ്ടാക്കിയാൽ അത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ സത്യം മാത്രമേ പറയാവൂ. മിതമായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടത്. ഇതൊക്കെ ഒരു നല്ല പെരുമാറ്റത്തിൻ്റെ സ്വഭാവമാണ്. അനാവശ്യ സംസാരങ്ങൾ വർജിക്കണം, വാക്കുകൾ ചുരുക്കണം, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം. മറ്റുള്ളവരുടേത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം. അവർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ മൗനമായിട്ട് ഇരിക്കണം. വ്യക്തിത്വം നിലനിർത്തണം. ധാരാളം ആരാധനകൾ നമ്മൾ നിർവഹിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണം. ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കണം. വിശ്വസ്തത പുലർത്തണം. വാക്ക് പാലിക്കണം. കുറ്റകൃത്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അന്യരെ നമ്മൾ ചീത്ത വിളിക്കരുത്. വിഡ്ഢിത്തം വിളമ്പരുത്. ശപിക്കരുത്. മറ്റുള്ളവരെ കുറ്റം പറയരുത്. അസൂയ പുലർത്തരുത്. ഏഷണിയും പരദൂഷണവും പറയരുത്. നമ്മൾ ഒന്നിനും ധൃതി കാണിക്കരുത്. സംതൃപ്തരായിരിക്കണം എപ്പോഴും. ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. ആരാധനകളിൽ കൃത്യനിഷ്ഠത പാലിക്കണം. ഖുർആൻ പാരായണം, ദിക്റുകൾ എന്നിവ മനസ്സിനെ ആനന്ദിപ്പിക്കണം. ആകർഷണീയമായ വസ്ത്രം ധരിച്ച് അഹങ്കരിച്ച് നമ്മൾ നടക്കരുത്. മാതാപിതാക്കൾക്ക് വേണ്ടിയും ഗുരുനാഥന്മാർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം. കണ്ടതിനൊക്കെ ആഗ്രഹിക്കരുത്. നല്ല വാക്ക് പറയണം. മറ്റുള്ളവരെ സഹായിക്കണം ആവും വിധം. ആരെയും മാനസികമായും ശാരീരികമായും നോവിക്കരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 10 സ്വലാത്തെങ്കിലും ചൊല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകരുത്. ഇതെല്ലാം ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ നല്ല പെരുമാറ്റത്തിൻ്റെയും നല്ല സ്വഭാവത്തിൻ്റെയും സൂചനയാണ്. നമ്മൾ നല്ല ശുചിത്വം പാലിക്കണം. സ്വന്തം ശരീരം, വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, വീട്, പരിസരം എല്ലാം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അമിതമായിട്ട് നമ്മൾ ഭക്ഷിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വന്തം പാത്രത്തേക്കാൾ അഥവാ വയറിനേക്കാൾ മോശമായതൊന്നും മനുഷ്യൻ നിറക്കുന്നില്ല.
ലുക്മാൻ റളിയല്ലാഹു മകനോട് ഉപദേശിച്ചു, പ്രിയ മകനെ, വയറ് നിറച്ചാൽ എൻ്റെ ചിന്താശക്തി നശിച്ചു പോകും. ശാരീരിക അവയവങ്ങൾ ആലസ്യം ബാധിക്കും. അമിതമായി ആഹാരം ശരീരത്തിന് ദോഷം ചെയ്യും. രോഗം ഉണ്ടാകാൻ കാരണമാകും. എന്നാൽ ആവശ്യത്തിന് ഭക്ഷിക്കാതിരിക്കുകയും അരുത്. അത് ആരോഗ്യത്തെ ദുർബലമാക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ നല്ല പെരുമാറ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാവിനെ സൂക്ഷിക്കണം. ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നാവിനെ സൂക്ഷിക്കുക. നാവും ഉച്ചാരണശേഷം അള്ളാഹു തന്ന വലിയ ഒരു അനുഗ്രഹമാണ്. മനസ്സിൻ്റെ തീരുമാനങ്ങൾ നാവ് പ്രഖ്യാപിക്കുന്നു. ശരീരത്തിലെ ചെറിയ അവയവമാണ് നാവ്. അതുണ്ടാക്കി തീർക്കുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും നിരവധിയുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, റഖീബ്, അതീദ് അലൈഹിസ്സലാം എന്നീ മലക്കുകളുടെ സാന്നിധ്യമില്ലാതെ ഒരു വ്യക്തിയും ഒന്നും ഉച്ചരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, 2 താടിയെല്ലുകൾക്കിടയിലും 2 കാലുകൾക്കിടയിലുമുള്ളതിനെ സംബന്ധിച്ചും അവ വേണ്ടാത്തതിന് ഉപയോഗിക്കില്ലെന്ന് എനിക്ക് ഉറപ്പു തരിക, എന്നാൽ അവന് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു തരാം. നാവിനെ സൂക്ഷിക്കാത്തയാളിൻ്റെ മതകർമ്മങ്ങൾ വേരുറക്കില്ല. ഹസനു ബസാരി റളിയല്ലാഹു പറയപ്പെട്ടു. ഇനി നമുക്ക് നാവിൻ്റെ വിപത്തുകൾ, നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ എന്തെല്ലാമാണ്, അവ ഒഴിവാക്കാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആവശ്യമില്ലാത്ത സംസാരം നമ്മൾ ഒഴിവാക്കണം. കളവ് പറയൽ ഒഴിവാക്കണം. പൊടിപ്പും കടുപ്പവുമുള്ള സംസാരം ഉണ്ടാക്കരുത്. മോശമായ വാക്കുകൾ ഉപയോഗിക്കരുത്. ഒരാളെ നമ്മൾ ചീത്ത പറയാൻ ശ്രമിക്കരുത്. വിഡ്ഢിത്തം പറയാൻ നിൽക്കരുത്. അനാവശ്യമായി തമാശകൾ പറയരുത്. പരിഹസിക്കരുത്. മറ്റുള്ളവരെ തരം താഴ്ത്തി പറയരുത്. ഒരാളെ രഹസ്യമായി പരസ്യമാക്കുകയും ചെയ്യരുത്. അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കരുത്. ശാപവചനം നമ്മൾ പറയരുത്. പരദൂഷണം, ഏഷണി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരെക്കുറിച്ച് ചീത്ത ഭാവന വെച്ച് പുലർത്തരുത്. നേരിട്ട് കാണാത്തതും തെളിയാത്തതുമായ കുറ്റം ആരിലും നമ്മൾ സ്ഥാപിക്കരുത്. കണ്ടതും കേട്ടതും പറയരുത്. നല്ല സംസാരത്തിൽ തുടങ്ങിയാൽ അത് വഴി തെറ്റാതെ നോക്കണം. ക്രമേണ മറ്റുള്ളവരെ ഇകഴ്ത്തുന്നതിലും ഏഷണിയിലും ചെന്നെത്തരുത്. എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നല്ല പെരുമാറ്റത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് പറയാനുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. ഒരു നല്ല പെരുമാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. എല്ലാവരുടെ ജീവിതത്തിലും നല്ലത് മാത്രം ചെയ്യാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.